നമസ്കാരം. മലയാളി വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലൻ്റെ ഓഫീസുകളിൽ ഇഡി റെയ്ഡ്. ചെന്നൈ, കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിലാണ് പരിശോധന. വിശദമായ പരിശോധനയാണ് ഇഡി നടത്തുന്നതെന്നാണ് വിവരം. ഫെമ നിയമം ലംഘിച്ചുവെന്ന് ആരോപിച്ചാണ് പരിശോധന. ഇത് സംബന്ധിച്ച പരാതി ലഭിച്ചതിനെ തുടർന്നാണ് പരിശോധന നടക്കുന്നതെന്നാണ് വിവരം. ചെന്നൈ, കോഴിക്കോട്, കൊച്ചി എന്നിവിടങ്ങളിലെ ഗോകുലം ഓഫീസുകളിലാണ് പരിശോധന നടക്കുന്നത്. ഇഡി ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. ഗോകുലം ഗോപാലൻ നിർമ്മിച്ച മോഹൻലാൽ പൃഥ്വിരാജ് സിനിമ എമ്പുരാൻ 200 കോടി ക്ലബ്ബിൽ ഇടം നേടിയിരുന്നു. കളക്ഷനിൽ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുന്നതിനിടയിലാണ് റെയ്ഡ്. വിവാദമായ എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാവാണ് ഗോകുലം ഗോപാലൻ. ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നാണ് ഗോകുലം ഗോപാലൻ എമ്പുരാൻ സിനിമ ഏറ്റെടുത്തത്. സിനിമ റിലീസായതിന് പിന്നാലെ ഗുജറാത്ത് കലാപം ചിത്രീകരിക്കുന്ന രംഗങ്ങളുടെ പേരിൽ വലിയ വിവാദം ഉയർന്നിരുന്നു. പ്രേക്ഷകർ സ്നേഹിക്കുന്ന താരങ്ങൾ അഭിനയിച്ച സിനിമ നിന്നു പോകരുതെന്ന് കരുതിയാണ് എമ്പുരാനുമായി സഹകരിച്ചതെന്ന് ഗോകുലം ഗോപാലൻ പറഞ്ഞിരുന്നു. സിനിമ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വേണ്ട നടപടി സ്വീകരിക്കാൻ സംവിധായകൻ പൃഥ്വിരാജിനോട് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ചില വാക്കുകൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മാറ്റം വരുത്താൻ എന്തൊക്കെ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടാകുമെന്നറിയില്ല. കാരണം ഒരുപാട് തിയേറ്ററുകളിൽ സിനിമ കളിക്കുന്നുണ്ട്. ഒരു തിയേറ്ററിൽ മാറ്റണമെങ്കിൽ അതിനും നല്ല ചെലവ് വരും. അപ്പോൾ 4000-ലധികം തിയേറ്ററുകളിൽ ഓടുന്ന സിനിമയിൽ മാറ്റം വരുത്താൻ അത്രത്തോളം പണം മുടക്കേണ്ടി വരും. ഏകദേശം 40 ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നാണ് തോന്നുന്നത്. പരമാവധി ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം എന്നതാണ് തൻ്റെ ആഗ്രഹം. നമ്മളൊരു സിനിമ എടുക്കുന്നത് ആരെയും വേദനിപ്പിക്കാനല്ലല്ലോ, സിനിമ കാണുന്നവർ സന്തോഷിക്കാൻ വേണ്ടിയാണ് കാണുന്നതെന്നും ഗോകുലം ഗോപാലൻ വിവാദത്തിൽ തൻ്റെ ഭാഗം വ്യക്തമാക്കിയിരുന്നു. ഞാൻ അവസാനമാണല്ലോ ഈ സിനിമയുമായി സഹകരിക്കുന്നത്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരും തന്നെ ഇതുവരെയും ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ലാത്ത ആളുകളാണ്. ആരെയും ബുദ്ധിമുട്ടിക്കാൻ നമുക്ക് ആർക്കും ആഗ്രഹമില്ല. ആർക്കും ഒരു ബുദ്ധിമുട്ടും തോന്നാത്ത വിധത്തിൽ സിനിമ കാണണം. സിനിമ സെൻസർ ചെയ്താണല്ലോ വന്നത്, അപ്പോഴൊന്നും ഒരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷേ സിനിമ കാണുന്നവർ പല ചിന്താഗതിക്കാരാണല്ലോ, അതിൽ വന്ന പ്രശ്നമാണ്. മോഹൻലാലിനായാലും എനിക്കായാലും ആരെയും വിഷമിപ്പിക്കാൻ താല്പര്യമില്ലാത്തവരാണ്. ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷികളുമായി നമുക്ക് ബന്ധമില്ല. രാഷ്ട്രീയം എന്നാൽ സേവനം എന്നാണ് ഞാൻ കാണുന്നത്. വലിയൊരു സിനിമ എടുത്ത് റിലീസ് ചെയ്യാൻ കഴിയാതെ നിന്ന് പോകാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഞാൻ അതിൽ സഹകരിച്ചത്. നമ്മൾ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഔദ്യോഗികമായി ആരും ഒന്നും അറിയിച്ചിരുന്നില്ല. മാനസികമായി ആർക്കെങ്കിലും നമ്മുടെ സിനിമ കാരണം ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിന്മേൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ ചെയ്യണമെന്ന് ഞാൻ സംവിധായകനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹവും ആരെയും വേദനിപ്പിക്കുന്ന ആളല്ല. എന്തായാലും ഞങ്ങൾക്കാരെയും ബുദ്ധിമുട്ടിക്കാൻ ഒരു ഉദ്ദേശവുമില്ല. ഇതിൽ അഭിനയിച്ചവരും സംവിധായകനും പ്രൊഡ്യൂസർമാരും എല്ലാം ജനങ്ങളുടെ മനസ്സിൽ കുടിയിരിക്കുന്നവരാണ്. എന്തായാലും ചില കാരണങ്ങൾ കൊണ്ട് ഈ സിനിമ ആരും കാണാതിരിക്കാൻ പാടില്ല. അതിനുവേണ്ട നടപടികളാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിൽ സാങ്കേതികമായി എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് തനിക്കറിയില്ല. സംവിധായകന് അത് അറിയാൻ പറ്റും. അദ്ദേഹം ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. എല്ലാവരുടെയും സന്തോഷമാണ് നമ്മുടെ ലക്ഷ്യമെന്നും അദ്ദേഹം നേരത്തെ കൂട്ടിച്ചേർത്തിരുന്നു. എമ്പുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. ഗോദ്ര സംഭവം, ഗുജറാത്ത് കലാപം എന്നിവയിൽ ചരിത്രത്തെ വളച്ചൊടിച്ചുവെന്ന വിമർശനമാണ് സംഘപരിവാർ സംഘടനകൾ ഉന്നയിച്ചത്. ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് നിർമ്മാതാക്കൾ തന്നെ ഇടപെട്ട് 24 കട്ടുകൾ നടത്തിയിരുന്നു. വിവാദ ഭാഗങ്ങളിൽ ചിലത് ഒഴിവാക്കി റീസെൻസറിംഗ് നടത്തിയ പതിപ്പാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നത്.